പൊന്നോ ഐ ലവ് യു പൊന്നെ ഐ ലവ് യു. എല്ലാവർക്കും സുഖാണോ സുഖാണോ ചോദിക്കടി. ഐശുട്ടി നിങ്ങൾ എല്ലാരോടും പിണക്കത്തില്ല അല്ലേ? ഐശുട്ടി പിണക്കത്തില്ലല്ലേ? ആണോ അല്ലേ? ഐശുട്ടി ഗുഡ് ഗേൾ അല്ല അല്ലല്ലോ? ആണോ? ഗുഡ് ഗേൾ. ഗുഡ് ഗേൾ ആണ് കേട്ടോ. ഐശുട്ടി ഗുഡ് ഗേൾ ആണ്. ഗുഡ് ഗേൾ ആണ് അല്ലേ? ഗുഡ് ഗേൾ. ഒരു ഹൈഫൈ തന്നെ. ഹൈഫൈ. ഒരു ഹൈഫൈ തന്നെ. ഹൈഫൈ. ഐ ലവ് യു പറഞ്ഞേ. ഐ ലവ് യു പറ. ഐ ലവ് യു. പൊന്നിന്റെ വീട് എവിടെ? പട്ടാമ്പി. പട്ടാമ്പിയാണ്. പട്ടാമ്പിക്കൊപ്പം പ്രഭാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ വീട്, ഐശുട്ടിയുടെ വീട് അല്ലേ? എല്ലാരും കേട്ടില്ലേ ചോദിച്ചോക്ക്. എല്ലാരും കേട്ടില്ലേ ചോദിച്ചോക്ക്. ഐ ലവ് യു. ഹായ് ഹലോ അസ്സലാമലൈക്കും പറഞ്ഞേ. ഹായ്. പൊന്നിന്റെ പേരെന്താ? ഐശുട്ടി. പൊന്നൂസേന്ന് വിളിച്ച ആരാ? ഏന്ന് വിളിക്ക. ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണം. ഐശുട്ടിക്കും അൽഹംദുലില്ലാ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ ആ കാര്യങ്ങൾ പറയാനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. നമ്മൾ ചാനൽ തുടങ്ങിയ മുതൽ നമുക്ക് കോൾ വരാറുണ്ട്. ഐശുവിന് ഉള്ള സ്നേഹം കൊണ്ട്, ഇഷ്ടം കൊണ്ട്, പിന്നെ അവരുടെ സങ്കടങ്ങൾ പറയാൻ, അങ്ങനെ പല ടൈപ്പുള്ള ആളുകളും വിളിക്കാറുണ്ട്. അപ്പോൾ അതിന് 2-3 കുട്ടികൾ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടി കളറില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കുട്ടിയെ കാണാൻ വരുന്നവരും നമ്മളെ വീട്ടിലുള്ളവരും ഒക്കെ അവരോട് ഇങ്ങനെ കുട്ടി കളറില്ലാത്തതിനെക്കുറിച്ചും കുട്ടി കളർ ഉണ്ടാവാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. എൻ്റെ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 5-6 മാസം മുന്നേ എനിക്കൊരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇത്ര വീഡിയോ ചെയ്യണം എന്നൊക്കെ. പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ സംസാരിക്കുമ്പോൾ തന്നെ നല്ല സങ്കടമുണ്ട്, കരയാണ് തോന്നും, അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ കുട്ടിക്ക് കളറില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമാണ്. എല്ലാവരും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ, ഇപ്പോൾ ആദ്യത്തെ കുട്ടിയാണ്, മുടിയളയിലുണ്ടല്ലോ ആ സംഭവത്തിനൊക്കെ വന്നിട്ട് ആളുകൾ കുട്ടിയെ കാണുന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പോയി നിന്നിട്ട് അവർ തമ്മിലിങ്ങനെ സംസാരിക്കും. കുറേ ആളുകൾ അവളോട് തന്നെ സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ ഇത്താടെ വീഡിയോ കാണുന്നത് വരെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ കരച്ചിൽ മാറ്റി. എനിക്കൊരുപാട് ആശ്വാസം തോന്നി. എൻ്റെ കുട്ടിക്ക് അൽഹംദുലില്ലാ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എൻ്റെ മോളെ ഞാൻ ഇതുവരെ ആ മനസ്സറിഞ്ഞൊന്ന് സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതായിരുന്നു, ഈ കളറ് കുറവുള്ളതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. എൻ്റെ മോള് ചിരിക്കണത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റണില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിടോ. അത്രയും വിഷമിച്ചിട്ടാണ് അവൾ പറയുന്നത് കേട്ടോ. നമ്മളെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഇപ്പം അവർ പറയുന്നത് നമ്മളെ വിഷമിപ്പിക്കാനാവില്ല. അവർക്ക് കളറ് കുറവുള്ളതിനെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കും, അതാണ് അവർ പറയുന്നത്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപാട് ഹേർട്ടാവും. അത് അവർ ചിന്തിക്കൂല. ഇത് ഞാനിങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിന് എത്രത്തോളം വേദന ഉണ്ടാകും എന്നുള്ളത് അവർ ചിന്തിക്കൂല. ചിലപ്പോൾ അവരും ആ അനുഭവത്തിലൂടെ കടന്നു പോയവരായിരിക്കും, എന്നാലും അത് ചിന്തിക്കൂല. ഈ ഭൂമിയിലേക്ക് കുട്ടി പിറന്നു വീണാൽ കുട്ടിയെ കാണാനൊരു പോക്കുണ്ട്. ആ പോക്കിൽ അവിടെ ചെന്നാൽ കുട്ടിയെ കണ്ടതിന് ശേഷം തടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയും, കളറില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയും. പല തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. കുട്ടിയുടെ ഉമ്മ കളർ കുറവാണെന്നുണ്ടെങ്കിൽ പറയും കുട്ടി അന്നെ പോലെ അല്ലേന്ന്. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ വെളുത്ത് ഉപ്പ കുറച്ച് കളർ കുറവാണെന്നുണ്ടെങ്കിൽ പറയും
ഉപ്പാൻ്റെ പോലെയാണല്ലേ കുട്ടി. ഇനി ഇവർ രണ്ടുപേരും കളറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാൾക്കും നല്ല കളറുണ്ടല്ലോ, പിന്നെ എന്തേ കുട്ടി കറുത്ത് പോയി? ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, കളറിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ലെന്ന് വിചാരിക്കുക. എന്നാൽ അവർ പറയും, അതേ കുട്ടിക്ക് കുറച്ച് എണ്ണയിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് തേച്ച് കൊടുക്കൊണ്ട് കേട്ടോ. ഇത് കേട്ടാൽ മനസ്സിലാക്കാൻ എന്താ, കളറില്ല, കളർ വെക്കാനുള്ളൊരു റെമഡിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസം വരെ വെറും മുലപ്പാൽ മാത്രമാണ് ആ കുട്ടിക്ക് ആവശ്യമുള്ളത്. അതിന് ആ കുട്ടിക്ക് വേണ്ട ജലാംശം അതിലുണ്ട്, പോഷകാഹാരം അതിലുണ്ട്, കുട്ടികളുടെ ഐക്യു വർദ്ധിക്കാനൊക്കെ മുലപ്പാൽ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അളവിലും ആ മനസ്സാന്നിധ്യത്തോടും കൂടെ കൊടുക്കേണ്ടത് ഒരു അമ്മയുടെ കടമയാണ്, അല്ലേ? കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാത്തതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം സ്ട്രെസ്സാണ്. ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മുലപ്പാൽ വർദ്ധിക്കില്ല. അത് ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയും, ഹാപ്പി ആയിട്ടിരിക്കണം, പിന്നെ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും വരുമ്പോൾ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ തികയൂല. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ നമ്മൾ നല്ല മനസ്സാന്നിധ്യത്തോടു കൂടെ നമ്മൾ മക്കൾക്ക് പാൽ കൊടുക്കണം. നല്ല സംതൃപ്തിയോട് അങ്ങനെ കൊടുക്കാത്ത സമയത്ത് കൊടുക്കണ്ട, പാൽ കൊടുക്കണ്ട. നല്ല ടെൻഷനിലിരിക്കുകയാണ്, ദേഷ്യത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പാൽ കൊടുക്കണ്ട. ഒന്ന് നടന്ന് 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മാത്രം കുട്ടിക്ക് അപ്പോൾ പാൽ കൊടുക്കുക. അപ്പോഴൊക്കെ നമ്മളെ ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമൊക്കെ നമ്മൾ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ദേഷ്യവും വാശിയും അല്ലെങ്കിൽ സങ്കടം അതൊക്കെ ഉള്ള സമയത്തൊന്നും കുട്ടിക്ക് പാൽ കൊടുക്കണ്ട. അതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അമ്മയും കുഞ്ഞും നല്ലൊരു ബന്ധം ഉണ്ടാകുന്നത് ഈ പാലുടിക്കുന്ന സമയത്താണ്. അപ്പം ഡോക്ടേഴ്സ് ആയാലും നമുക്കൊക്കെ അറിയാം, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളെ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ അത് ഇസ്ലാമിൽ നല്ലൊരു ഇബാദത്താണ്. ഏറ്റവും മനസ്സാന്നിധ്യത്തോട് കൂടെ ഒരു ഉമ്മ ചെയ്യേണ്ട ഇബാദത്ത് കൂടെയാണ്. അപ്പോൾ അത്രത്തോളം മഹത്വമുള്ളൊരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിട്ടിരിക്കണം. ഇങ്ങനെ പലരും പലതും വന്ന് പറയും, കുട്ടിക്ക് തടിയില്ല, കുട്ടിയുടെ കൈ എന്താ കാലെന്താ അങ്ങനെയൊക്കെ പറയും. അത് മുൻകൂട്ടി നമ്മൾ കാണണം. ഇങ്ങനെയൊക്കെ വന്ന് പറയും, അതിനനുസരിച്ച് വേണം ഞാൻ പെരുമാറാൻ, അതിനനുസരിച്ച് വേണം ഞാൻ എൻ്റെ അത് മനസ്സിലേക്ക് എടുക്കാൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് വിഷമം ഉണ്ടാവും, സത്യമാണ്. അപ്പോൾ പിന്നെ നമ്മളെന്താ ചിന്തിക്കണേ, വിഷമിച്ചിട്ട് കാര്യമില്ല, എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോനിക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പാൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എനിക്കിത്രേ പറയാനുള്ളൂ. പറയണ്ട എന്ന് പറഞ്ഞാലൊന്നും ആരും പറയാതിരിക്കൊന്നുമില്ല. പറയേണ്ടവർ പറയും. അത് എടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കളറ് കുറഞ്ഞതിൻ്റെ പേരിൽ ഈ കുഞ്ഞും അമ്മയും അപ്പം തൊട്ടിട്ടുള്ള അനുഭവങ്ങളാണ് കേട്ടോ. കുഞ്ഞിന് ടെൻഷൻ അടിക്കാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ലാതെയല്ലേ ഉള്ളൂ, കുഞ്ഞും കേൾക്കുന്നുണ്ട് ഇത്. പിന്നെ അതുപോലെ അന്ന് മുതൽ തുടങ്ങും അമ്മയുടെ ടെൻഷന്. ഇതെന്താണ്, മറ്റുള്ളവരുടെ കണ്ണിൽ കളറിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത്, കാലം മാറി, ഇപ്പം അങ്ങനെ നിറത്തിനൊന്നും പ്രാധാന്യമില്ല, വെറുതെ പറയുന്നത്. ഇപ്പോഴും വർണ്ണവ്യത്യാസം ഇപ്പോഴും ഉണ്ട്, അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർ വരെ, വയസ്സായവർ വരെ ഈ കറുപ്പിന് എന്തോ ഒരു അലർജി ഉള്ളവരന്മാർക്ക് കാണുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കുട്ടിയെ കാണാൻ പോയിട്ട് വീട്ടിൽ വന്നാൽ കുട്ടിയെ കണ്ടതിനെ കുറിച്ചൊരു ചർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഉമ്മ പറയാണ്, എന്താ അത് കറുത്തിട്ടൊരു കുട്ടി, ഓൻ്റെ ഓളയും പോലെ അല്ല. അതൊന്ന്. പിന്നെ വേറെ കുഞ്ഞിനെ കൊണ്ട് ഒരു 4 വയസ്സുള്ള കുട്ടിയുണ്ട്, കുട്ടിയെ കാണാൻ പോയി. അപ്പോൾ കുട്ടിക്ക് നമ്മൾ കുട്ടീനെ കണ്ടാൽ ഒന്ന് മടിയിൽ വെച്ച് കൊടുക്കുമല്ലോ നമ്മൾ. കുട്ടീനോട് ഇരിക്കാൻ പറഞ്ഞു, മടിയിൽ വെച്ചേരാന്ന്. അപ്പോൾ കുട്ടി വേണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? ആ ചെറിയ കുഞ്ഞ് കറുത്തിട്ടാണ്, അപ്പോൾ അവനക്ക് വേണ്ടത്. അതെങ്ങനെയാണ് അവനക്ക് മനസ്സിലായതാണോ? അത് വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ് അവനക്ക് അറിയുന്നത്. പിന്നെ സ്കൂളിൽ പോയാലും കളിയാക്കലുകളും കളറ് കുറവുള്ളവരെ കളിയാക്കലും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം പറയാം. നമ്മളെ ഉടൻപണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, അതിലൊരു പയ്യനുണ്ടായിരുന്നു. അവനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അപ്പോൾ അവൻ പറയാണ്, കുങ്കുമപ്പൂവിൻ്റെ ബിസിനസ് നടത്തണം, എനിക്ക് വലിയ കോടീശ്വരനാകണം, പണക്കാരനാകണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയോ? അവൻ്റെ വീട്ടിൽ ബാക്കിയുള്ള സിസ്റ്റേഴ്സും ബ്രദേഴ്സൊക്കെ വെളുത്ത കളറുള്ളവരാണ്, അവന് കറുത്ത കളറാണ്. അതിൻ്റെ പ്രതികാരമായിട്ടാണ് അവന്
ഈ കുങ്കുമപ്പൂവിൻ്റെ ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്നത്. അമ്മമാർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുങ്കുമപ്പൂവ് പാലിൽ കഴിച്ചാൽ കുഞ്ഞ് വെളുക്കുന്നാണല്ലോ പറയുന്നത്, ഒരു വിശ്വാസം ആളുകൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത്രത്തോളം കറുപ്പിന് ആളുകൾ അവഗണിക്കുന്നുണ്ട്. ഞാനൊരു ഇൻട്രോവേർട്ടാണ്. എനിക്ക് തോന്നാറുണ്ട് ഞാൻ കറുത്തിട്ടാണ്, അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ ആയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളെ ഫാമിലി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഒരിക്കലും കളറിനെക്കുറിച്ച് ആ കുഞ്ഞിനോട് പറയാനേ പാടില്ല. നമ്മൾ ചിലപ്പോൾ ഞാനൊന്നും പറയില്ല, പക്ഷേ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? ഒരു ഡ്രസ്സ് എടുക്കാൻ പോയാൽ ആ കളറ് കുഞ്ഞിന് ഇഷ്ടമായാൽ അത് വേണ്ട, നിൻ്റെ കളറിന് ചേരൂല. അവിടെ കളറ് പറഞ്ഞു, ഈ കറുത്തിട്ടാണ്, നിന്നെ കാണാൻ ഭംഗിയില്ലാന്ന് നേരിട്ട് പറയണമെന്നൊന്നുമില്ല, ഇങ്ങനെ മതി. ഇതൊക്കെ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടാൻ പറ്റണില്ല. അത് അവിടെ അവൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവൻ സെലക്ട് ചെയ്യട്ടെ. അത് കളർ ഇന്നതാണ്, കളർ അവന് കുറവാണ്, അതുകൊണ്ട് ആ കളർ ചേരൂല എന്നുള്ളത് അത് കടക്കാരാണ് ആദ്യം പറയട്ടോ. ആ ഡ്രസ്സ് ഈ കുട്ടിക്ക് ചേരൂല എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. ഏത് കുട്ടികൾക്കും ഏത് ഡ്രസ്സും ചേരും. ഇന്ന കളറിന് ഇന്ന ഡ്രസ്സ് ഇടാന്നൊന്നുമില്ല. ഇനിയിപ്പോൾ അവർക്ക് ഒരു ഡ്രസ്സ് സെൻസ് അല്ലെങ്കിൽ കളർ സെൻസ് ഉണ്ടാവട്ടെ, അതിനനുസരിച്ച് അവർ മാറിക്കോളും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഡ്രസ്സ് ഇടുന്നത്, നമ്മളുടെ കംഫർട്ടിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യേണ്ടത്. അത് കുഞ്ഞായിക്കോട്ടെ, കുഞ്ഞിനറിയുന്നില്ല ഇതേത് കളറാണ്, ഇന്ന കളർ ഇട്ടാൽ എങ്ങനെ ഭംഗി ഉണ്ടാവും എന്നുള്ളത്. അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. പിന്നെ ഉമ്മമാർ ചെയ്യേണ്ട, ഉപ്പമാരങ്ങനെ പ്രത്യേകിച്ച് പറയാറില്ല കളറിനെ കുറിച്ചൊന്നും. ഉമ്മമാർ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. എന്താണ് മഞ്ഞൾ ഇട്ട് തേക്കണ കുട്ടിക്ക് കളറ് വെക്കണ്ടേ എന്നുള്ളത്. അത് ഉമ്മമാർ പറയുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കും എനിക്കറിയാം 2.5 വയസ്സുള്ളൊരു കുട്ടിക്ക് മഞ്ഞൾ വെച്ചെടുക്കാൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് നേരിട്ട്. കാരണം അവളുടെ മനസ്സിലുണ്ട് അവൾ കളർ കുറവാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തിനു പറയുന്നത്, ഫെയർ ലവ്ലി കഴിച്ച കുട്ടീനെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടി, ഒരു 6-7 വയസ്സായിട്ടേ ഉള്ളൂ. അത് മുഖത്ത് തേച്ചിട്ടൊന്നും വെളുക്കണില്ല. അപ്പം ഇനി കഴിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ച് പാവം കഴിക്കുന്നതാണ്. അത്രത്തോളം നമ്മളെ സമൂഹത്തിലുള്ള ആളുകൾ കറുപ്പിനെ അവഗണിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ കുട്ടിക്ക് അതങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. ഞാനും ഇതുപോലെ കറുത്തിട്ടാണ്, ഹൈറ്റില്ല, ഭംഗിയില്ല, സൗന്ദര്യമില്ല, അങ്ങനത്തെ ഒരാൾ തന്നെയാണ് കേട്ടോ. എന്നാലും എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്. അതിലുള്ള ആളുകളൊന്നും എന്നെ കളിയാക്കിയിട്ടില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ടാവും. എന്നോട് ഡയറക്റ്റായിട്ട് 1-2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കളർ കുറവാണ്, കറുത്തിട്ടാണ് എന്നുള്ളതൊക്കെ. എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഒക്കെ നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ലെങ്കിലും കളറിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ കളറ് എനിക്കാണെങ്കിലോ ഈ ഗ്രേ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഗ്രേ കളർ ആയാലും ബ്ലാക്ക് ആയാലും ഒക്കെ എനിക്കിഷ്ടം. അതുപോലെ നമ്മളെ മെറൂൺ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഇഷ്ടമുള്ള കളറാണ്. അതെടുക്കാൻ അയക്കൂല, കാരണം ഞാൻ കറുത്തിട്ടാണ്, കളർ കുറവാണ്, അതിട്ടാൽ മാച്ച് ആവൂല. നമ്മൾ കടയിൽ പോയാൽ അവർ സെലക്ട് ചെയ്യുന്ന കുറച്ച് കളറുണ്ട്, ലൈറ്റ് ബ്ലൂ, മഞ്ഞ, പിന്നെ ഒരു ഓഫ് വൈറ്റ്, അങ്ങനെ കുറച്ച് കളറുകൾ കറുത്തവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കടക്കാർ. അപ്പോൾ അങ്ങനെ എന്തിനാണ് അവരോടൊക്കെ പറയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള ഇട്ടോട്ടെ, അങ്ങനെ ഇട്ടോട്ടെ. അതൊക്കെ അവർ നോക്കേണ്ട ആവശ്യമുണ്ടോ? അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയാൽ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഈ കറുപ്പ് ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിലേറെ വിഷമമാണ് ഉമ്മമാർക്ക്. കാരണം കല്യാണം കഴിപ്പിച്ച് വിടണം. കല്യാണം കഴിക്കണവർക്ക് വെളുത്ത പെൺകുട്ടികളെ മാത്രം മതി, കളറ് കുറവുള്ളവരെ വേണ്ട. അത് ജനിച്ച അന്ന് മുതൽ ഉമ്മമാർക്ക് തുടങ്ങും ടെൻഷന്. ഇനിയിപ്പോൾ ഈ കുട്ടീനെ കല്യാണം കഴിച്ച് കൊടുക്കണമല്ലോ, ആരാ വരിക? അത് എൻ്റെ ഉമ്മ അനുഭവിച്ചത് എനിക്ക് നന്നായിട്ട് അറിയണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഇപ്പം എല്ലാവരും പറയും കളറിലൊന്നും ഒരു കാര്യമല്ല, മനസ്സ് നന്നായാൽ മതി എന്നൊക്കെ. ചുമ്മാ പറയുന്നത്. അവനവൻ്റെ കാര്യം എത്തുമ്പോൾ കളറേ വേണ്ടു അവർക്കൊക്കെ. മസ്റ്റാണ് കളറ്. കളറില്ലെങ്കിൽ അത് പയ്യനല്ല, പയ്യൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെയാണ്. കളറുണ്ടോ എന്നാൽ കുഴപ്പമില്ല. ആരോടെങ്കിലും അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിലും കുട്ടി എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കണത് സ്വഭാവമല്ല ചോദിക്കണത്, കാണാൻ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരിക്കണം, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കളർ ഉണ്ടാവണം, സൗന്ദര്യം ഉണ്ടാവണം,
ഹൈറ്റ് ഉണ്ടാവണം, ഇതൊക്കെ മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കുട്ടീനെയാണ് ആവശ്യം. അതിനാണ് ഈ കുഴപ്പമില്ലാത്ത കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. എൻ്റെ മാത്രമല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറേ കുട്ടികളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റുപാട് ചിലർക്കെങ്കിലും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കറുത്ത ഒരു കുട്ടി ഉണ്ടായി എന്ന് വെച്ചിട്ട് ഒരാളും, ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ, ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു മനസ്സുണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള അവരോട് ഒരിക്കലും കറുപ്പിനെ കുറിച്ച് പറയരുത്. കറുപ്പിനെ കുറിച്ച് പറഞ്ഞ് കളിയാക്കിയവർക്ക് മുന്നിൽ വിജയിക്കണം എന്നുള്ള വാശിയോട് കൂടെ എത്ര ആൾ മുന്നേറിയിട്ട് വിജയത്തിലെത്തിയിട്ടുണ്ട് എന്നറിയോ? അത് ചില ആളുകൾക്ക് എല്ലാവർക്കും ആ വാശി ഉണ്ടായിക്കൊള്ളണം, അതുപോലെ ആ നിലയിലെത്താൻ സാധിച്ചോളണം എന്നില്ല. ചില ആളുകൾ ഡൗൺ ആയി പോവും, ചിലവർ നല്ല വലിയ പൊസിഷനിലെത്തും. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ അവരോട് നല്ല രീതിയിൽ, നമ്മളെ മക്കളാണ്, കറുപ്പോ വെളുപ്പോ എന്നുള്ള വേർതിരിവ് പാടില്ല. നമ്മളെ വീട്ടിലുള്ള മറ്റുള്ള ആളുകളുണ്ട്, നമ്മളെ കുടുംബക്കാർ, ഏറ്റവും അടുത്തുള്ള കുടുംബക്കാർ, അവരിൽ നിന്നും ഇതുപോലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടാകും കുട്ടികൾക്ക്. അതും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം വിളിച്ച കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 8 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി ആരോടും സംസാരിക്കില്ല. കാരണം കുട്ടിയുടെ ഉപ്പാൻ്റെ ഉമ്മ എപ്പോഴും പറയുന്നൊരു കാര്യം അത്ര, ഈ കറുത്തിട്ടാണ് എന്തെങ്കിലും എല്ലാ പേരക്കുട്ടികൾക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനക്കത്രയൊക്കെ മതി, ഈ കറുത്തിട്ടാണെന്ന്. എന്തൊരു സ്ത്രീയാണത്! ആ കുട്ടി എന്തുകൊണ്ട് ആരോടും അധികം സംസാരിക്കാറില്ല, ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. ഉമ്മാക്കൊക്കെ അറിയല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഒന്ന് കളറ് കുറവുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആ കളറിനെ കുറിച്ച് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ അവനവിടെ ശ്രദ്ധിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെക്കുറിച്ച് പറയരുത്. അതൊക്കെ വലിയ വിഷമമുള്ള കാര്യമാണ്. പിന്നീട് അത് ഭാവിയിൽ അവനക്കതൊരു മനസ്സിൽ വൈരാഗ്യമായി അത് ഏതെങ്കിലുമൊക്കെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ എത്തിയ ഒരുപാട് ആളുകളെ എനിക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, കറുപ്പിനെക്കുറിച്ചും വെളുപ്പിനെക്കുറിച്ചും മാത്രമല്ല, നമ്മൾ ഒരാളെക്കുറിച്ച് പരിഹസിക്കുക, കളിയാക്കുക, അതൊക്കെ ചെയ്താൽ അത് വേറെ വലിയ വിഷയങ്ങളിലേക്ക് മാറും. ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ചിലപ്പം ഇല്ലാതാവും, ഒരു കുടുംബം ഇല്ലാതാവും. അങ്ങനെയൊക്കെ ആ അവസ്ഥയിലേക്കൊക്കെ വരും. അത് 2, 3, 4 വയസ്സിലൊക്കെ അനുഭവിക്കുന്ന കളിയാക്കലുകളും അവഗണനകളും ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭാവിയിൽ ഒരു വാശി വൈരാഗ്യമൊക്കെ മാറി വേറെ പല മാനസികാവസ്ഥയിലേക്കും മാറാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കളെ ചെറുപ്പത്തിൽ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതിനനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം. അതുകൊണ്ട് എല്ലാവരും നമ്മളെ മക്കളോട് വേർതിരിവൊന്നുമില്ലാതെ നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ ശ്രമിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യാം.